നിങ്ങളോട് മറ്റുള്ളവർക്കുള്ള ബഹുമാനം, അതാണ് നിങ്ങളുടെ യഥാർത്ഥ വില. നിങ്ങളുടെ ഐഡന്റിറ്റി ആരും നിങ്ങൾക്ക് സമ്മാനമായി കൊടുക്കുന്ന ഒന്നല്ല. ഈ ലോകത്തൊരു നിയമമുണ്ട്. സ്വയം വില കൊടുക്കാൻ പഠിക്കാത്തവൻ അവസാനം ആൾക്കൂട്ടത്തിൽ ഒളിഞ്ഞുപോകും, ഒരു നിഴൽ പോലെ. ചരിത്രം നമ്മളോട് പറയുന്ന ഒരു സത്യമുണ്ട്. ആരാണ് തങ്ങളെ തന്നെ വിലമതിച്ചത്? അവരാണ് മറ്റുള്ളവരുടെ മനസ്സിലും വിലപ്പെട്ടവരായത്. ഇതുതന്നെയാണ് ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അങ്ങനെയുള്ള ചില ശക്തമായ ശീലങ്ങളെക്കുറിച്ചാണ്. ഈ ശീലങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ ആരും നിങ്ങളെ ലഘുവായി കാണാൻ ധൈര്യം കാണിക്കില്ല. നിങ്ങളുടെ വാക്കുകൾക്ക് ഭാരമുണ്ടാകും, നിങ്ങളുടെ സാന്നിധ്യം തന്നെ ഒരു വാല്യൂ ആയി മാറും. പക്ഷേ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ ശീലങ്ങൾ നിങ്ങൾ അവഗണിച്ചാൽ അപ്പോൾ നിങ്ങൾ കേൾക്കുന്നവനായി മാത്രം മാറും, ഒരിക്കലും കേൾപ്പിക്കുന്നവനാകില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ചു കേൾക്കൂ. ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ടേണിംഗ് പോയിന്റ് ആകാൻ സാധ്യതയുണ്ട്. ഇനി മറ്റൊരു കാര്യം, എനിക്കിതൊക്കെ അറിയാം, ഞാൻ ഓൾറെഡി ഇമ്പോർട്ടന്റ് ആണ് എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ദയവായി അവസാനം വരെ കേൾക്കൂ. കാരണം ചിലപ്പോൾ നമ്മൾ തന്നെ നമ്മളെ തെറ്റായി വിലയിരുത്താറുണ്ട്. അതുതന്നെ ആത്മവിശ്വാസം പതുക്കെ നഷ്ടപ്പെടുത്തും. ചാണക്യൻ പറഞ്ഞൊരു വരിയുണ്ട്, സ്വയം ബഹുമാനിക്കാത്തവനെ ലോകം ബഹുമാനിക്കില്ല. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ലളിതമായി തോന്നാം, പക്ഷേ അതിന്റെ ഉള്ളിൽ ഒരു ജീവിത പാഠം ഒളിഞ്ഞിരിക്കുന്നു. കാരണം നിങ്ങൾ നിങ്ങളെ തന്നെ നിസാരമായി കണ്ടാൽ ലോകം നിങ്ങളെ ഗൗരവമായി കാണില്ല. പക്ഷേ നിങ്ങൾ നിങ്ങളെ വിലമതിച്ചാൽ ലോകം തന്നെ നിങ്ങളെ വിലമതിക്കാൻ തുടങ്ങും. ആത്മാഭിമാനം എന്നത് വെറും പുറത്തുള്ള ആറ്റിറ്റ്യൂഡല്ല. അത് നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരു അദൃശ്യ മതിലാണ്. ആ മതിൽ തന്നെ തീരുമാനിക്കുന്നു ആരാണ് നിങ്ങളോട് എങ്ങനെ പെരുമാറേണ്ടത് എന്ന്. ഒന്നാലോചിച്ചു നോക്കൂ. സാരമില്ല, ഞാൻ തന്നെ ചെയ്തോളാം എന്നെപ്പോഴും പറയുന്ന ഒരാളെ കണ്ടിട്ടില്ലേ? അവനോട് എന്താണ് സംഭവിക്കുന്നത്? പതുക്കെ ആളുകൾ മനസ്സിലാക്കും, ഇവൻ എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യും. അവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത്. അവന്റെ നല്ല മനസ്സ് അവന്റെ ദൗർബല്യമായി മാറും. പലരും ഒരു തെറ്റിദ്ധാരണയിലാണ്. ആത്മാഭിമാനമെന്നാൽ ജാട, അല്ലെങ്കിൽ ഞാൻ ആരെയും കാൾ കുറഞ്ഞവനല്ല എന്ന ആറ്റിറ്റ്യൂഡ്. പക്ഷേ സത്യമതല്ല. ആത്മാഭിമാനം എന്നത് സ്വന്തം മൂല്യങ്ങൾ നിലനിർത്തുക, സ്വന്തം വികാരങ്ങൾക്കും സമയത്തിനും അർഹമായ ബഹുമാനം നൽകുക. ഒരു കാര്യം ശ്രദ്ധിക്കൂ. അഹങ്കാരത്തിൽ മനുഷ്യൻ മറ്റുള്ളവരെ താഴ്ത്തും. പക്ഷേ ആത്മാഭിമാനത്തിൽ മനുഷ്യൻ സ്വയം താഴാൻ അനുവദിക്കില്ല. ഇവ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ചിലർ ആത്മാഭിമാനത്തിന്റെ പേരിൽ അഭിനയിക്കും. ഞാൻ ഒന്നും പറയില്ല, പക്ഷേ ആരെങ്കിലും എനിക്ക് പറഞ്ഞാൽ ഞാൻ വിടില്ല. സുഹൃത്തേ, അത് ആത്മാഭിമാനമല്ല. അത് ഓവർ റിയാക്ഷനാണ്. ആത്മാഭിമാനം എപ്പോഴും ശാന്തമാണ്, പക്ഷേ അതിന്റെ ശക്തി വളരെ വലുതാണ്. ഇനി ബൗണ്ടറീസിനെക്കുറിച്ച് സംസാരിക്കാം. ബന്ധമേതായാലും, സുഹൃത്തുക്കൾ, ജോലി, കുടുംബം, പ്രണയം, നിങ്ങൾ നിങ്ങളുടെ അതിരുകൾ നിശ്ചയിക്കാത്ത പക്ഷം ആളുകൾ അതിനെ കൈക്കലാക്കും. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ഒരു സുഹൃത്ത് രാത്രി 2 മണിക്ക് വിളിക്കുന്നു, വാ ഒന്ന് പുറത്തേക്ക് പോകാം. നിങ്ങൾ പോകുന്നു. അടുത്ത തവണയും പോകുന്നു. അവൻ എന്താണ് ചിന്തിക്കുന്നത്? ഇവൻ നല്ല സുഹൃത്താണ് എന്നല്ല, ഇവന് വേറെ പണിയൊന്നുമില്ല എന്നാണ്. പതുക്കെ നിങ്ങൾ അവനൊരു സുഹൃത്തല്ലാതാകും, വെറുമൊരു സൗകര്യം മാത്രമായി മാറും. പക്ഷേ നിങ്ങൾ നോ പറയാൻ പഠിക്കുന്ന നിമിഷം, അവിടെയാണ് ബഹുമാനം തുടങ്ങുന്നത്. ആളുകൾ മനസ്സിലാക്കും, ഇവനും ഒരു പരിധിയുണ്ട്. ഇനി മറ്റൊരു കാര്യം, ചിലർ നോ പറയുമ്പോൾ തന്നെ മുഖം മാറും, ശബ്ദം വിറയ്ക്കും. അത് കണ്ടാൽ തന്നെ മുന്നിലുള്ളയാൾക്ക് മനസ്സിലാകും, ഇവനെ കുറച്ചുകൂടി പ്രസ് ചെയ്താൽ സമ്മതിക്കും. അതുകൊണ്ട് നോ പറയാൻ പഠിക്കണം, പക്ഷേ അത് ദേഷ്യത്തോടെയല്ല, ശാന്തമായി, ഉറച്ച ആത്മവിശ്വാസത്തോടെ. സോറി, എനിക്കത് കഴിയില്ല, ഇത്തവണ എനിക്ക് വരാൻ പറ്റില്ല. അവിടെ തന്നെ തീർന്നു. വിവരണം വേണ്ട, വഴക്ക് വേണ്ട. നിങ്ങൾ ആത്മവിശ്വാസത്തോടെ നോ പറയാൻ തുടങ്ങുന്ന നിമിഷം ആളുകൾ നിങ്ങളെ സീരിയസായി കാണാൻ തുടങ്ങും. കാരണം ഒരു വ്യക്തിയുടെ വില അവൻ എത്ര യെസ് പറയുന്നു എന്നതിലല്ല,
അവൻ എപ്പോൾ നോ പറയുന്നു എന്നതിലാണ് തെളിയുന്നത്. ന്യായീകരണങ്ങൾ ആവശ്യമില്ല. നിങ്ങൾ ആത്മവിശ്വാസത്തോടെ നോ പറയാൻ തുടങ്ങുന്ന നിമിഷം മുതൽ ആളുകൾ നിങ്ങളെ ഗൗരവത്തോടെ കാണാൻ തുടങ്ങും. കാരണം ഒരു വ്യക്തിയുടെ വില അവൻ എത്ര യെസ് പറയുന്നു എന്നതിലല്ല, അവൻ എപ്പോൾ നോ പറയുന്നു എന്നതിലാണ് തെളിയുന്നത്. പലർക്കും ഒരു ഭയമുണ്ടാകും. ഞാൻ ബൗണ്ടറീസ് വെച്ചാൽ ആളുകൾ എന്നിൽ നിന്ന് അകന്നു പോകുമോ? സത്യമെന്താണെന്നറിയാമോ? അതെ, ചിലർ പോകും. പക്ഷെ അത് നഷ്ടമല്ല. അത് നിങ്ങൾക്കുള്ള ഒരു ഫിൽട്ടറിംഗ് പ്രോസസ്സാണ്. കാരണം നിങ്ങളുടെ ആത്മാഭിമാനത്തെ ബഹുമാനിക്കാത്തവർ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ആളുകളല്ല. ബന്ധങ്ങളിൽ വഴങ്ങിക്കൊടുക്കുന്നത് തെറ്റല്ല, പക്ഷേ സ്വയം ഇല്ലാതാകുന്ന തരത്തിൽ വഴങ്ങുന്നത് വലിയ തെറ്റാണ്. ഓർക്കൂ, നിങ്ങളൊരു മനുഷ്യനാണ്, ആർക്കും എപ്പോഴും തുറന്നിരിക്കുന്ന ഒരു വാതിലല്ല. നിങ്ങളുടെ ആത്മാഭിമാനത്തെ ബഹുമാനിക്കാത്തവർ നിങ്ങളുടെ സ്നേഹത്തിനും അർഹരല്ല. ചിലപ്പോൾ അകന്നു നിൽക്കുന്നതും ഒരു ശക്തിയാണ്. അത് ആത്മാഭിമാനത്തിൻ്റെ ഭാഗമാണ്. എല്ലാ ബന്ധങ്ങളും നിലനിർത്തേണ്ടതില്ല, പക്ഷേ സ്വയം സംരക്ഷിക്കുക അതെപ്പോഴും നിർബന്ധമാണ്. ഒരു ചെറിയ ഉദാഹരണം നോക്കാം. ഒരു ഓഫീസിൽ 2 പേർ ജോലി ചെയ്യുന്നു, രോഹിത്, അമിത്. രോഹിത് എന്തു ചെയ്യും? ആരും എന്ത് ചോദിച്ചാലും യെസ്. ഓവർ ടൈം, എക്സ്ട്രാ വർക്ക്, ഹോളിഡേ കോൾസ്, അവൻ എപ്പോഴും അവൈലബിൾ. മറുവശത്ത് അമിത്. അവൻ തൻ്റെ ജോലി വളരെ നല്ല രീതിയിൽ ചെയ്യും, പക്ഷെ അവന് ക്ലിയർ ബൗണ്ടറീസ് ഉണ്ട്. ഹോളിഡേ ആണെങ്കിൽ ഇപ്പോൾ ഞാൻ ഓഫ്ലൈനാണ്, നാളെ സംസാരിക്കാം. മീറ്റിംഗ് നീണ്ടാൽ ഞാൻ 6 മണിവരെ മാത്രമേ ഉണ്ടാകൂ. ഇനിയൊന്ന് ചിന്തിച്ചു നോക്കൂ, കുറച്ച് മാസങ്ങൾക്ക് ശേഷം ആരാണ് സീരിയസായി എടുക്കപ്പെടുക? ആരുടെ അഭിപ്രായത്തിന് വാല്യൂ ഉണ്ടാകും? തീർച്ചയായും അമിത്. കാരണം അവൻ തുടക്കം മുതൽ തന്നെ സ്വന്തം ലിമിറ്റ്സ് ഡിഫൈൻ ചെയ്തു. അവിടെയാണ് അവൻ്റെ വാല്യൂ ഉണ്ടാകുന്നത്. മറുവശത്ത് രോഹിത് ആദ്യത്തിൽ എല്ലാവരെയും സന്തോഷിപ്പിച്ചു, പക്ഷെ പതുക്കെ അവനൊരു എക്സ്ട്രാ ഹാൻഡായി മാറി. അമിതോ ഒരു ഡിസിഷൻ മേക്കറായി മാറി. ഇതാണ് ആത്മാഭിമാനമുണ്ടാക്കുന്ന വലിയ വ്യത്യാസം. ഇനി മറ്റൊരു പ്രധാന കാര്യം, ആത്മാഭിമാനത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു ഭയം. ആളുകൾ പിണങ്ങുമോ? ഞാൻ ഒറ്റപ്പെടുമോ? എൻ്റെ ഇമേജ് മോശമാകുമോ? ഈ ഭയങ്ങൾ നമ്മളെ അടക്കി നിർത്തും. പക്ഷെ സത്യമെന്താണെന്നറിയാമോ? ഭയം കാരണം തലകുനിയുന്നവൻ പതുക്കെ സ്വയം തന്നെ നഷ്ടപ്പെടുത്തും. ഒരു തവണ സ്വയം നഷ്ടപ്പെട്ടാൽ പിന്നെ ലോകം നിങ്ങളെ സീരിയസായി കാണില്ല. ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം, നോ പറയുന്നത് ആരെയെങ്കിലും വേദനിപ്പിക്കാനല്ല, സ്വയം സംരക്ഷിക്കാനാണ്. നിങ്ങളുടെ സമയം വിലപ്പെട്ടതാണ്. നിങ്ങളത് വിലമതിക്കാത്ത പക്ഷം മറ്റാരും അത് ബഹുമാനിക്കില്ല. നിങ്ങൾ എപ്പോൾ അവൈലബിൾ അല്ല, ഇത് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. നിങ്ങൾ അതിരുകൾ സെറ്റ് ചെയ്ത നിമിഷം മുതൽ ആളുകളും അതനുസരിച്ച് പെരുമാറാൻ തുടങ്ങും. ഇനിയൊരു വലിയ തെറ്റ്, നോ പറഞ്ഞതിന് ശേഷം എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്. ആത്മവിശ്വാസമുള്ള ഒരാൾക്ക് തൻ്റെ നോ ഡിഫെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നോ എന്നത് നോ തന്നെയാണ്. അധികം എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് നിങ്ങളുടെ ബൗണ്ടറീസ് ദുർബലമാക്കും. ഇനി അടുത്ത ഒരു പവർഫുൾ ഹാബിറ്റ്, സ്വയം അഭിനന്ദിക്കുക. നിങ്ങളുടെ കഴിവുകളും ഗുണങ്ങളും നിങ്ങൾ തന്നെ അംഗീകരിക്കുക. നിങ്ങൾ നിങ്ങളെ വിലമതിക്കാത്ത പക്ഷം മറ്റാരും അത് ചെയ്യില്ല. ചെറിയ വിജയങ്ങൾ പോലും സെലിബ്രേറ്റ് ചെയ്യൂ. സ്വയം ഒരു ടാപ്പ് കൊടുക്കൂ. അതാണ് ആത്മാഭിമാനത്തിൻ്റെ തുടക്കം. പക്ഷേ അതിനുവേണ്ടി പുറത്തേക്ക് ഷോ വേണ്ട. അകത്തുനിന്ന് ശാന്തമായി പറയുക, അതെ, എനിക്കിത് ചെയ്യാൻ കഴിയും. ഇനി മറ്റൊരു വലിയ ട്രാപ്പ്, എക്സ്റ്റേണൽ വാലിഡേഷൻ. നമ്മളിൽ പലരും മറ്റുള്ളവരുടെ അഭിപ്രായത്തിലാണ് സ്വന്തം വാല്യൂ കണ്ടെത്തുന്നത്. ആരെങ്കിലും നല്ലതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉയരും, കൊള്ളില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ തകരും. ഇത് അപകടകരമാണ്. ആത്മാഭിമാനം എന്നത് നിങ്ങളുടെ വാല്യൂ നിങ്ങളുടെ കൈകളിൽ തന്നെ ഇരിക്കണമെന്നതാണ്. ആരെങ്കിലും നിങ്ങളെ പ്രശംസിച്ചാൽ സന്തോഷിക്കാം, പക്ഷെ ആരും പ്രശംസിച്ചില്ലെങ്കിലും തകർന്നു പോകരുത്. മറ്റുള്ളവരുടെ കയ്യടികളിൽ ജീവിക്കരുത്. സ്വന്തം ആത്മാഭിമാനത്തിൽ ജീവിക്കുക. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരേ ഒരു കാര്യം മാറ്റാൻ കഴിയുമെങ്കിൽ അത് നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് ആയിരിക്കണം. കാരണം ആത്മാഭിമാനം നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരു കവചമാണ്. നിങ്ങൾക്കൊരു ഐഡന്റിറ്റി നൽകുന്ന മതിലാണ്. കേൾക്കുന്നവനിൽ നിന്ന് കേൾപ്പിക്കുന്നവനിലേക്കുള്ള ദൂരമാണത്. ഇനിയൊന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ ഈ മതിൽ പണിതു കഴിഞ്ഞാൽ ആളുകൾ നിങ്ങളെ എങ്ങനെ കാണും? ഇന്ന് നിങ്ങളെ ലഘുവായി കാണുന്നവർ നാളെ നിങ്ങളുടെ വാക്കുകൾക്കായി കാത്തിരിക്കും. ഇത് പറയാൻ എളുപ്പമാണ്, പക്ഷെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇത് ചെയ്യാൻ പാടാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതെ, നിങ്ങൾ ശരിയാണ്. ഈ വഴി എളുപ്പമല്ല.
പക്ഷേ ഈ വഴിയിലൂടെ നടക്കുന്നവൻ ആൾക്കൂട്ടത്തിന്റെ ഭാഗമാകില്ല, ആൾക്കൂട്ടത്തിന് വഴി കാണിക്കുന്നവനാകും. ആത്മാഭിമാനം ഒരു ദിവസം കൊണ്ടുണ്ടാകുന്നതല്ല, അത് ദിവസേന നിർമ്മിക്കേണ്ടതാണ്. പ്രതിദിനം നിങ്ങളെ നിങ്ങൾ തന്നെ ഓർമ്മിപ്പിക്കണം, ഞാൻ ആരെയും കാൾ താഴെയല്ല. ഇതാണ് ചാണക്യൻ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സത്യം. സ്വയം ബഹുമാനിക്കാത്തവനെ ലോകം ഒരിക്കലും ബഹുമാനിക്കില്ല. ഇനി ചോദ്യം, നിങ്ങൾ നിങ്ങളുടെ അതിരുകൾ നിർമ്മിക്കാൻ തയ്യാറാണോ? ചാണക്യൻ മറ്റൊരു കാര്യവും പറയുന്നു, മൗനം. അതാണ് ഏറ്റവും ശക്തമായ മറുപടി. ഒരു നിമിഷം നിൽക്കൂ. ഈ വാക്ക് വെറുതെ കേൾക്കരുത്, അതിനെ അനുഭവിക്കൂ. നമ്മൾ ജീവിക്കുന്നത് എല്ലാവരും സംസാരിക്കാൻ മത്സരിക്കുന്ന ഒരു ലോകത്താണ്. സോഷ്യൽ മീഡിയ, പോസ്റ്റുകൾ, കമന്റുകൾ, തർക്കങ്ങൾ, എല്ലാവർക്കും പറയാൻ സമയമുണ്ട്. പക്ഷേ കേൾക്കാൻ ആരും തയ്യാറല്ല. എല്ലാവരും സ്പീക്കേഴ്സായി മാറിയിരിക്കുന്നു, ലിസണേഴ്സ് വളരെ കുറവാണ്. ഇന്നത്തെ സമൂഹത്തിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട്, കൂടുതൽ സംസാരിക്കുന്നവനാണ് ബുദ്ധിമാൻ, അവനാണ് പവർഫുൾ. പക്ഷേ സത്യം അതിന്റെ വിപരീതമാണ്. കുറച്ച് സംസാരിക്കുന്നവൻ, ശരിയായ സമയത്ത് മാത്രം സംസാരിക്കുന്നവൻ, അവനാണ് ഏറ്റവും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ചിലരെല്ലാ വിഷയത്തിലും സംസാരിക്കും. രാഷ്ട്രീയം, ക്രിക്കറ്റ്, ബന്ധങ്ങൾ, ലോകം, എല്ലാറ്റിലും അഭിപ്രായം. പക്ഷേ ചിലരുണ്ടാകും, അവരധിക സമയവും മിണ്ടാതിരിക്കും. പക്ഷേ ശരിയായ സമയത്ത് ഒരു വരി പറയും. ആ ഒരൊറ്റ വരി മറ്റുള്ളവരെ ചിന്തിപ്പിക്കും. സുഹൃത്തേ, നിങ്ങൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ വാക്കുകൾക്ക് ന്യൂസ് ചാനലിലെ ബഹളം പോലെ വില കുറയും. ആരും അത് ഗൗരവമായി കാണില്ല. പക്ഷേ അനാവശ്യമായി സംസാരിക്കാത്ത ഒരാൾ അവശ്യമായപ്പോൾ സംസാരിക്കുമ്പോൾ ആളുകൾ ഉടനെ ശ്രദ്ധിക്കും. എന്തുകൊണ്ട്? കാരണം അവനൊരു മിസ്റ്ററിയായി മാറിയിരിക്കുന്നു. ആ മിസ്റ്ററി തന്നെയാണ് റെസ്പെക്റ്റ് ഉണ്ടാക്കുന്നത്. മൗനം നിങ്ങളെ ആൾക്കൂട്ടത്തിൽ നിന്ന് വേറിട്ട് നിർത്തും. എല്ലാവരും സംസാരിക്കുമ്പോൾ നിങ്ങൾ മിണ്ടാതിരുന്നാൽ ആളുകൾ ചിന്തിക്കും, ഇവൻ എന്താണ് ആലോചിക്കുന്നത്? ഇവൻ എന്തുകൊണ്ട് മിണ്ടുന്നില്ല? ഇവന്റെ നെക്സ്റ്റ് മൂവ് എന്താണ്? ആ നിമിഷം മുതൽ കൺട്രോൾ നിങ്ങളുടെ കൈകളിലാകും. ബിസിനസ് ആയാലും, റിലേഷൻഷിപ്സ് ആയാലും, ലീഡർഷിപ്പ് ആയാലും, കുറച്ച് സംസാരിക്കുന്നവനാണ് കൂടുതൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നത്. ഒരു മീറ്റിംഗിൽ ഏറ്റവും പവർഫുള്ളായ ആളെ കണ്ടെത്തണമെങ്കിൽ ഏറ്റവും കുറച്ച് സംസാരിക്കുന്ന ആളെ നോക്കൂ. കാരണം മറ്റുള്ളവരെല്ലാവരും അവനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നവരാണ്. ഒരു മീറ്റിംഗിൽ ഏറ്റവും ശക്തനായ ആളെ കണ്ടെത്തണമെങ്കിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ആളെ നോക്കേണ്ട, മറിച്ച് ഏറ്റവും കൂടുതൽ മിണ്ടാതിരിക്കുന്ന ആളെ ശ്രദ്ധിക്കുക. കാരണം ബാക്കി എല്ലാവരും അവനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഒരു ചെറിയ കഥ പറയാം. ഒരു കമ്പനിയിൽ ബോർഡ് മീറ്റിംഗ് നടക്കുന്നു. എല്ലാവരും അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു. ഒരാൾ പറയുന്നു, ഈ പ്രോജക്റ്റ് നല്ലതാണ്. മറ്റൊരാൾ പറയുന്നു, ഇത് റിസ്ക്കാണ്. ചർച്ച നീളുന്നു, വാദപ്രതിവാദങ്ങൾ നടക്കുന്നു. പക്ഷേ അവിടെ ഒരു സീനിയർ മെമ്പർ ഉണ്ടായിരുന്നു. അദ്ദേഹം മുഴുവൻ സമയം മിണ്ടാതിരുന്നു. അദ്ദേഹം കേട്ടുകൊണ്ടിരുന്നു. ഒരു വാക്ക് പോലും പറഞ്ഞില്ല. എല്ലാവരും പറഞ്ഞു തീർന്നപ്പോൾ അദ്ദേഹം വെറും 2 വരികൾ മാത്രം പറഞ്ഞു. ആ 2 വരികൾ ആ മീറ്റിംഗിന്റെ ഫൈനൽ ഡിസിഷനായി മാറി. മറ്റുള്ളവർ 10 പേരും 10 പേജ് സ്പീച്ച് പറഞ്ഞിട്ടും ഒന്നും മാറിയില്ല. പക്ഷേ ശരിയായ സമയത്ത് പറഞ്ഞ ആ 2 വരികൾ എല്ലാം മാറ്റി. ഇതാണ് മൗനത്തിന്റെ ശക്തി. പലരും കരുതും മിണ്ടാതിരിക്കുന്നത് പേടിയാണെന്ന്, അല്ലെങ്കിൽ ദുർബലതയാണ് എന്ന്. അത് തെറ്റായ ധാരണയാണ്. മിണ്ടാതിരിക്കുന്നത് സ്വയം നിയന്ത്രിക്കാൻ അറിയുന്നവന്റെ ലക്ഷണമാണ്. യഥാർത്ഥ ശക്തി ആർത്തു വിളിക്കുന്നതിലല്ല, സ്വന്തം നാവിനെ നിയന്ത്രിക്കുന്നതിലാണ്. ദേഷ്യത്തിൽ സംസാരിക്കുന്നത് എളുപ്പമാണ്, വഴക്കിടുന്നത് എളുപ്പമാണ്. പക്ഷേ ആ സമയത്ത് മിണ്ടാതിരിക്കാൻ വലിയ ധൈര്യവും ക്ഷമയും വേണം. അത് ചെയ്യാൻ കഴിയുന്നവൻ ജീവിതത്തിൽ ഒരിക്കലും തോൽക്കില്ല. നിങ്ങൾ കുറച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഓരോ വാക്കിനും വാല്യൂ കൂടും. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ആളുകൾക്ക് തോന്നും, ഇവൻ ചിന്തിച്ചിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് അവർ ശ്രദ്ധിച്ചു കേൾക്കും. ഓർക്കൂ, സംസാരിക്കുന്നതിൽ പ്രധാനപ്പെട്ടത് വാക്കുകളുടെ എണ്ണമല്ല, അത് പറയുന്ന ടൈമിംഗ് ആണ്. എപ്പോഴും സംസാരിക്കുന്നവൻ ഒരു നോയിസായി മാറും. പക്ഷേ ശരിയായ സമയത്ത് സംസാരിക്കുന്നവൻ ഒരു വോയിസായി മാറും. മൗനത്തിനൊപ്പം ബോഡി ലാംഗ്വേജിനും വലിയ റോളുണ്ട്. നിങ്ങളൊന്നും പറയാതിരുന്നാലും നിങ്ങളുടെ കണ്ണുകളും മുഖഭാവവും സംസാരിക്കും. അമ്മ ഒന്നും പറയാതെ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാര്യം മനസ്സിലാകുന്നില്ലേ? അതാണ് മൗനത്തിന്റെ ഭാഷ. വിവാഹ ജീവിതത്തിലും വർഷങ്ങൾ കഴിഞ്ഞാൽ വാക്കുകളില്ലാതെ തന്നെ പല കാര്യങ്ങളും മനസ്സിലാകും. മൗനം ഒരു കമ്മ്യൂണിക്കേഷനാണ്. ഇനി ഈ മൗനത്തിന്റെ ശക്തി ജീവിതത്തിൽ എങ്ങനെ ഉപയോഗിക്കാം? ആദ്യത്തെ റൂൾ, ഉടനെ റിയാക്ട് ചെയ്യരുത്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ 2 സെക്കൻഡ്, 5 സെക്കൻഡ് ഒന്ന് നിൽക്കൂ.
ആ ചെറിയ സൈലൻസിൽ തന്നെ വലിയ പവറുണ്ട്. അടുത്തത്, അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കുക. ചില തർക്കങ്ങൾ നിങ്ങൾ ജയിച്ചാലും നിങ്ങൾ തന്നെ തോറ്റുപോകും. അവിടെ മിണ്ടാതിരിക്കുന്നത് ഏറ്റവും സ്മാർട്ടായ മറുപടിയായിരിക്കും. മറ്റൊരു കാര്യം, കൂടുതൽ കേൾക്കുക. കേൾക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കും. ആത്മവിശ്വാസമുള്ള ഒരാൾക്ക് തന്നെ തെളിയിക്കാൻ എപ്പോഴും സംസാരിക്കേണ്ട ആവശ്യമില്ല. അവൻ മിണ്ടാതിരുന്നാലും അവന്റെ പ്രസൻസ് അവിടെ ഫീൽ ചെയ്യും. ആരെങ്കിലും ചോദിച്ചാൽ, എന്താ ഒന്നും മിണ്ടാത്തത്? അപ്പോൾ ഒരു ചെറിയ സ്മൈൽ കൊടുക്കൂ. കാരണം അവർക്കറിയില്ല നിങ്ങളുടെ മൗനമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ മറുപടിയെന്ന്. ചാണക്യൻ പറഞ്ഞത് സത്യം തന്നെയാണ്. മൗനം, അതാണ് ഏറ്റവും ശക്തമായ ഉത്തരം. ഇനി തീരുമാനം നിങ്ങളുടേതാണ്. നിങ്ങളുടെ ശബ്ദം കൊണ്ട് ആളുകളെ ഇംപ്രസ് ചെയ്യണമോ, അല്ലെങ്കിൽ നിങ്ങളുടെ മൗനം കൊണ്ട് അവരെ ചിന്തിപ്പിക്കണമോ? ഈ മൗനത്തിന്റെ തത്വം മനസ്സിലാക്കിയാൽ ഇനി അടുത്ത വലിയ ശീലത്തിലേക്ക് കടക്കാം. നിങ്ങളെ ആൾക്കൂട്ടത്തിൽ നിന്ന് ഉയർത്തി നേതാവാക്കി മാറ്റുന്ന ശീലം. അതിരുകൾ നിശ്ചയിക്കുന്ന കല. ചാണക്യൻ പറയുന്നു, അതിരുകളില്ലാത്ത മനുഷ്യൻ ദിശയില്ലാത്തവനാണ്. ഈ വാക്ക് വളരെ ശ്രദ്ധിക്കുക. അതിരുകൾ ഭൂമിക്ക് മാത്രം വേണ്ടതല്ല, ജീവിതത്തിനും അത്ര തന്നെ ആവശ്യമാണ്. നിങ്ങൾക്ക് ബൗണ്ടറീസ് ഇല്ലെങ്കിൽ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലത്ത് ആളുകൾ കളിക്കാൻ വരുന്നതുപോലെ ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കയറി വരും. അതിരുകൾ വയ്ക്കുന്നത് സ്വാർത്ഥതയല്ല, അത് ബുദ്ധിയാണ്. അത് നിങ്ങളുടെ ആത്മാഭിമാനത്തെയും നിങ്ങളുടെ സമാധാനത്തെയും സംരക്ഷിക്കുന്ന ഇൻവിസിബിൾ ലൈനാണ്. നിങ്ങൾ എപ്പോഴും എല്ലാവർക്കും അവൈലബിൾ ആണെങ്കിൽ ആളുകൾ നിങ്ങളെ ഒരു നീഡായി കാണില്ല, ഒരു ഹാബിറ്റായി കാണും. ഹാബിറ്റുകൾക്ക് വിലയില്ല. ആരും വിളിച്ചാൽ ഉടനെ ഓടിച്ചെല്ലുന്ന നിങ്ങളെ ആരും സീരിയസായി എടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങളൊരു ഓപ്ഷനായി മാറിയാൽ നിങ്ങളെ മാറ്റാൻ ആളുകൾക്ക് ഒരു സെക്കൻഡ് പോലും വേണ്ട. ഓപ്ഷനുകൾ മാറ്റാൻ എളുപ്പമാണ്, പക്ഷേ ചോയ്സുകൾ മാറ്റാൻ പാടാണ്. പലരും കരുതും, നേന്നി ബീബി ഈ എല്ലാം. ഞാൻ ബൗണ്ടറീസ് വെച്ചാൽ ആളുകൾക്ക് ഇഷ്ടമില്ലാതാകും. അല്ല, അതിൻ്റെ അർത്ഥം നിങ്ങൾ നിങ്ങളുടെ വാല്യൂ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നതാണ്. നിങ്ങളുടെ സമയം, നിങ്ങളുടെ വികാരം, നിങ്ങളുടെ എനർജി ആർക്കാണ് കൊടുക്കേണ്ടത് എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. എല്ലാവർക്കും ഫുൾ ടൈം ഹെൽപ്പ് ചെയ്യുന്നവനായി നിന്നാൽ ഒരു ദിവസം നിങ്ങൾക്ക് തന്നെ സമയമുണ്ടാകില്ല. ബന്ധങ്ങളിലും ഇത് തന്നെ ബാധകമാണ്. ബൗണ്ടറീസ് ഇല്ലെങ്കിൽ ആ ബന്ധങ്ങൾ തന്നെ നിങ്ങളെ നിയന്ത്രിക്കാൻ തുടങ്ങും. നിങ്ങൾക്കെല്ലാവരും മേൽ കയറാൻ തുടങ്ങുന്നത് ഒരിക്കലും ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന കാര്യമല്ല. അത് പതുക്കെ പതുക്കെ ഉണ്ടാകുന്ന ഒരു പ്രക്രിയയാണ്. നിങ്ങൾ ഓരോ തവണയും ശരി എന്നു പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നിയത് സഹായം ചെയ്യുന്നതാണ്. പക്ഷേ മുന്നിലുള്ളവർക്കത് ഇവനെ എളുപ്പത്തിൽ ഉപയോഗിക്കാം എന്നൊരു സിഗ്നലായി മാറുന്നു. ഇല്ല എന്ന് പറയാൻ പേടിക്കുന്ന ഒരാളുടെ ജീവിതം അവസാനം അവൻ്റേതാവില്ല. അത് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ മാത്രമുള്ള ഒരു ഉപകരണം പോലെ മാറും. ഒരു ചെറിയ കഥ ചിന്തിച്ചു നോക്കൂ. ആദിത്യ എന്നൊരു യുവാവ് വളരെ നല്ല മനസ്സുള്ള ആളാണ്. ആരെങ്കിലും സഹായം ചോദിച്ചാൽ ഒരിക്കലും ഇല്ല എന്ന് പറയില്ല. കൂട്ടുകാരുടെ പ്രോജക്റ്റ്, ഓഫീസിലെ അധിക ജോലികൾ, കുടുംബത്തിലെ ആവശ്യങ്ങൾ എല്ലാം അവൻ ഏറ്റെടുത്തു. തുടക്കത്തിൽ എല്ലാവരും അവനെ പ്രശംസിച്ചു. ഇവൻ നല്ല ആളാണ് എന്ന് പറഞ്ഞു. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അവൻ തൻ്റെ സ്വന്തം ജോലികൾ പൂർത്തിയാക്കാൻ പോലും കഴിയാതെ പോയി. ഡെഡ് ലൈനുകൾ മിസ് ചെയ്തു. അവനെ ആശ്രയിച്ചിരുന്നവരാണ് പിന്നീട് അവനെ കുറ്റപ്പെടുത്താൻ തുടങ്ങിയത്. നിനക്ക് വിശ്വാസമില്ല എന്നുവരെ പറഞ്ഞു. ഇവിടെ പ്രശ്നം മറ്റുള്ളവരല്ല, പ്രശ്നം അവൻ്റെ അതിരുകളില്ലായ്മയാണ്. ആദ്യത്തിൽ തന്നെ ചില കാര്യങ്ങളിൽ ഇല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവൻ്റെ അതേ എന്ന വാക്കിന് വിലയുണ്ടാകുമായിരുന്നു. ജീവിതവും വെള്ളം പോലെയാണ്. എപ്പോഴും ലഭിക്കുന്ന ഒന്നിന് ആരും വില കൊടുക്കില്ല. എന്നാൽ കുറച്ചു സമയം മാത്രമേ ലഭിക്കൂ എന്നറിഞ്ഞാൽ അതിനായി എല്ലാവരും കാത്തിരിക്കും. നിങ്ങൾ എല്ലായ്പ്പോഴും അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് വാല്യൂ ഉണ്ടാകില്ല. അതിരുകൾ വയ്ക്കുന്നത് ഒരിക്കലും വഴക്കുണ്ടാക്കാനല്ല, അത് ക്ലാരിറ്റി നൽകാനാണ്. ഇപ്പോൾ എനിക്ക് സമയമില്ല, ഇത് ഞാൻ ചെയ്യാൻ കഴിയില്ല, ഇങ്ങനെ ശാന്തമായി പറയാൻ പഠിക്കുക. ആദ്യം ആളുകൾക്കതൊന്ന് ബുദ്ധിമുട്ടായി തോന്നും, കാരണം അവർ നിങ്ങളുടെ പഴയ വേർഷനെ അറിയുന്നവരാണ്. പക്ഷെ സമയം കഴിഞ്ഞപ്പോൾ അവർ നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങും. ഇല്ല എന്ന് പറയുന്നത് തെറ്റല്ല, അത് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു ശക്തമായ മാർഗമാണ്. നിങ്ങൾ നിങ്ങൾക്കായി ഒരു അതിര് വരയ്ക്കുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളോട് പറയുന്നത് ഇതാണ്: ഞാൻ വിലപ്പെട്ടവനാണ്. നിങ്ങൾ നിങ്ങളെ ബഹുമാനിച്ചാൽ മാത്രമേ ലോകം നിങ്ങളെ ബഹുമാനിക്കൂ. ബന്ധങ്ങൾ അതിരുകൾ കൊണ്ട് തകരുന്നില്ല, മറിച്ച് അതുകൊണ്ടാണ് അവ ശക്തമാകുന്നത്. നിങ്ങളുടെ ബൗണ്ടറീസിനെ റെസ്പെക്റ്റ് ചെയ്യുന്നവരാണ് യഥാർത്ഥ ആളുകൾ.
അത് ലംഘിക്കാൻ ശ്രമിക്കുന്നവർക്ക് നിങ്ങളോട് പ്രണയമല്ല, അവർക്കാവശ്യമായത് നിങ്ങളുടെ സമയം, നിങ്ങളുടെ എനർജി. അവരെ സുഹൃത്തുക്കളെന്ന് വിളിക്കാൻ പറ്റില്ല, അവർ കസ്റ്റമേഴ്സാണ്. നിങ്ങൾ അതിരുകൾ വച്ചു തുടങ്ങിയാൽ കൺട്രോൾ നിങ്ങളുടെ കൈകളിലേക്ക് തിരികെ വരും. മറ്റുള്ളവർ നിങ്ങളെ നിയന്ത്രിക്കുന്നതിന് പകരം നിങ്ങൾ നിങ്ങളുടെ ജീവിതം നിയന്ത്രിക്കാൻ തുടങ്ങും. അപ്പോൾ നിങ്ങളൊരു ഓപ്ഷനല്ല, ഒരു ചോയ്സ് ആകും. ഓപ്ഷനെ എളുപ്പത്തിൽ മാറ്റാം, പക്ഷെ ചോയ്സിനെ മാറ്റാൻ ആളുകൾ 2 തവണ ആലോചിക്കും. അടുത്ത തവണ ആരെങ്കിലും "നീ എപ്പോഴും സമ്മതിക്കുമല്ലോ" എന്ന് തമാശ പറഞ്ഞാൽ ഒന്ന് ചിരിച്ചു പറയുക, ഇപ്പോൾ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇനി മറ്റൊരു പ്രധാന കാര്യം, അറിവ്. ഒരു മനുഷ്യനെ ക്രൗഡിൽ നിന്ന് വേർതിരിക്കുന്നത് അവൻ്റെ ലുക്കല്ല, അവൻ്റെ നോളജാണ്. നല്ല വസ്ത്രം ധരിച്ച് വലിയ വാക്കുകൾ പറയുന്നതുകൊണ്ട് ആരും ബുദ്ധിമാനാകില്ല. പക്ഷെ കുറച്ചു വാക്കുകളിൽ പോലും ആളുകളെ ചിന്തിപ്പിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ ശക്തൻ. അറിവ് പുസ്തകത്തിൽ നിന്ന് മാത്രം ലഭിക്കുന്നതല്ല, അത് അനുഭവങ്ങളിൽ നിന്ന് വരും, തെറ്റുകളിൽ നിന്ന് വരും, തോൽവികളിൽ നിന്ന് വരും, ജീവിതം തന്നെ പഠിപ്പിക്കുന്ന പാഠങ്ങളിൽ നിന്ന് വരും. പലരും ഒരു തെറ്റ് ചെയ്യുന്നു. അവർ അറിവിനെ ഡിഗ്രിയുമായി മിക്സ് ചെയ്യുന്നു. വലിയ ഡിഗ്രിയുള്ളവൻ വലിയ അറിവുള്ളവനാകണമെന്നില്ല. ഒരു കർഷകനും അറിവുണ്ടാകും, ഒരു വ്യാപാരിക്കും അറിവുണ്ടാകും, ഒരു കലാകാരനും അറിവുണ്ടാകും. പ്രധാനമായത് ഒരേ ഒരു കാര്യം, പുതിയത് പഠിക്കാനുള്ള വിശപ്പ്. ആ വിശപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ വയസ്സ് മാറ്ററല്ല. 18 ആയാലും 60 ആയാലും നിങ്ങൾ വളരും. അറിവുള്ളവൻ ഒരിക്കലും എനിക്കെല്ലാം അറിയാം എന്ന് പറയില്ല. അത് പറയുന്നവൻ വളർച്ച നിർത്തിയ ആളാണ്. എനിക്കെല്ലാം അറിയാം എന്ന ചിന്തയാണ് ഏറ്റവും വലിയ ഇഗ്നൊറൻസ്. ജീവിതം ഒരു ലോങ് ജേണിയാണ്. ഇത് ഇൻസ്റ്റന്റ് നൂഡിൽസ് അല്ല, 2 മിനിറ്റ് കൊണ്ട് റെഡിയാകുന്ന ഒന്നല്ല. അറിവ് സ്ലോലി ബിൽഡ് ചെയ്യേണ്ടതാണ്, ദിവസവും കുറച്ചുകൂടി. പഠിക്കാൻ നിർത്തുന്ന നിമിഷം നിങ്ങൾ പിന്നോട്ടു പോകാൻ തുടങ്ങും. കുറച്ചായി പഠിച്ചുകൊണ്ടിരിക്കുക. കാരണം പണം ഒരു ദിവസം തീരും, ബന്ധങ്ങൾ ചിലപ്പോൾ തകരും. പക്ഷേ അറിവ് എന്ന സമ്പത്ത് ആരും നിങ്ങളിൽ നിന്ന് കവർന്നെടുക്കാൻ കഴിയില്ല. നിങ്ങൾ എത്രത്തോളം അത് ഉപയോഗിക്കുന്നുവോ അത്രത്തോളം അത് വളരും. അറിവൊരു ചെലവല്ല, അതൊരു ഇൻവെസ്റ്റ്മെൻ്റാണ്. ഒരു ചെറിയ കഥ ചിന്തിക്കൂ. ഒരു ഗ്രാമത്തിൽ 2 കുട്ടികളുണ്ടായിരുന്നു. സ്കൂൾ പഠനം കഴിഞ്ഞപ്പോൾ ഒരാൾ കൃഷിയിലേക്ക് തിരിഞ്ഞു, മറ്റേയാൾ നഗരത്തിലേക്ക് പോയി. കമ്പ്യൂട്ടർ, ബിസിനസ്, പുതിയ സ്കിൽസ് എല്ലാം പഠിച്ചു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ഗ്രാമത്തിലേക്ക് ഒരു വലിയ കമ്പനി വന്നു. അപ്പോൾ നഗരത്തിൽ പോയി പഠിച്ച ആ യുവാവാണ് മുന്നോട്ട് വന്നത്. അവന് ആ കമ്പനിയുമായി സംസാരിക്കാനും ഗ്രാമത്തിന് ജോലി അവസരങ്ങൾ നേടിക്കൊടുക്കാനും സാധിച്ചു. അവൻ നഗരത്തിൽ നിന്ന് കൊണ്ടുവന്നത് ഒരു ഡിഗ്രി മാത്രമല്ല, അറിവായിരുന്നു. ആ അറിവ് അവന്റെ ജീവിതം മാത്രമല്ല, മുഴുവൻ ഗ്രാമത്തിന്റെ ദിശ തന്നെ മാറ്റി. അതുകൊണ്ട് ദിവസവും എന്തെങ്കിലും പുതിയത് പഠിക്കാൻ ശ്രമിക്കുക. പഠിക്കാൻ വിനയം വേണം. എനിക്കെല്ലാം അറിയില്ല എന്ന് സമ്മതിക്കുന്ന നിമിഷത്തിലാണ് യഥാർത്ഥ പഠനം തുടങ്ങുന്നത്. നിങ്ങളുടെ തോൽവികൾ പോലും ഒരു സ്കൂളാണ്, അവയിൽ നിന്ന് പഠിക്കുക. അറിവ് പങ്കിടുക, പക്ഷെ ഷോ ഓഫ് ആക്കരുത്. അറിവ് ശബ്ദമില്ലാതെ തന്നെ ബഹുമാനം നേടിത്തരും. ചിലർ പറയും, ഇനി 40 വയസ്സായി, ഇനി എന്തു പഠിക്കാൻ? അവർക്കൊരു കാര്യമാണ് ഓർമ്മിപ്പിക്കേണ്ടത്, അറിവിന് എക്സ്പയറി ഡേറ്റ് ഇല്ല. നിങ്ങൾ പഠനം നിർത്താത്തിടത്തോളം ജീവിതം നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകും. ഇപ്പോൾ പഠനത്തിന്റെ പ്രാധാന്യം മനസ്സിലായപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ഏറ്റവും സൂക്ഷ്മമായ ഒരു വിഷയത്തിലേക്കാണ്: സ്വാഭിമാനം വേഴ്സസ് അഹങ്കാരം. ഇവിടെ തന്നെയാണ് ഒരാളുടെ ഉയർച്ചയും വീഴ്ചയും തീരുമാനിക്കപ്പെടുന്നത്. അഹങ്കാരം മനുഷ്യനെ താഴെ ഇറക്കും, സ്വാഭിമാനം മനുഷ്യനെ ഉയർത്തും. ജീവിതത്തിൽ ഈ 2 വഴികളുണ്ട്. ഒന്ന് നിങ്ങളെ ആളുകളുടെ മനസ്സിൽ ഉയർത്തും, മറ്റൊന്ന് നിങ്ങളെ അവിടെ നിന്ന് തള്ളിയിടും. പലർക്കും ഇവ രണ്ടും ഒരുപോലെയാണെന്ന് തോന്നും, പക്ഷെ അത് വലിയ തെറ്റാണ്. സ്വാഭിമാനം എന്നത് സ്വന്തം വിലയറിയുക, അതിരുകൾ കാത്തുസൂക്ഷിക്കുക, മറ്റുള്ളവരെ ബഹുമാനിക്കുക. അഹങ്കാരമെന്നത് ഞാൻ മാത്രമാണ് വലിയവൻ എന്നൊരു മനോഭാവം. സ്വാഭിമാനം നിങ്ങളെ ശക്തനാക്കും, അഹങ്കാരം നിങ്ങളെ ഒറ്റപ്പെടുത്തും. ഉപ്പും പഞ്ചസാരയും ഒരേപോലെയല്ല, പക്ഷെ കാണുമ്പോൾ ചിലപ്പോൾ ആളുകൾ കുഴക്കും. അതുപോലെ തന്നെയാണ് ഈ രണ്ടും. അഹങ്കാരം പതുക്കെ കടന്നുവരും. ഞാൻ കുറച്ച് നല്ലവനാണ് എന്ന ചിന്തയിൽ തുടങ്ങി ഞാൻ മാത്രമാണ് നല്ലവൻ എന്ന നിലയിലേക്കെത്തും. അവിടെയാണ് വീഴ്ച തുടങ്ങുന്നത്. അഹങ്കാരിക്ക് കേൾക്കാൻ മനസ്സില്ല, അതുകൊണ്ട് അവൻ പഠിക്കില്ല, വളരുകയുമില്ല. പക്ഷെ സ്വാഭിമാനമുള്ള ഒരാൾക്ക് തനിക്ക് തന്നെ ബഹുമാനമുണ്ടാകും, അതുപോലെ മറ്റുള്ളവർക്കും ബഹുമാനം നൽകും. അത് മറ്റുള്ളവരെ ചെറുതാക്കുന്നില്ല,
മറിച്ച് എല്ലാവരെയും തുല്യമായി കാണുന്നു. ചിലർ ചെറിയ കാര്യങ്ങൾക്ക് പോലും അമിതമായി പ്രതികരിക്കും. എന്നോടിങ്ങനെ പറയാൻ എങ്ങനെ തോന്നി എന്ന്. അത് സ്വാഭിമാനമല്ല, അത് ഓവർ റിയാക്ഷനാണ്. സ്വാഭിമാനം ശാന്തമാണ്, അഹങ്കാരം ശബ്ദമുള്ളതാണ്. സ്വാഭിമാനം ബന്ധങ്ങളെ ചേർക്കും, അഹങ്കാരം ബന്ധങ്ങളെ തകർക്കും. ഒരു കഥ കേൾക്കൂ. ഒരു രാജാവുണ്ടായിരുന്നു, ശക്തനും പ്രശസ്തനും. പക്ഷെ സമയം കഴിഞ്ഞപ്പോൾ അവന് അഹങ്കാരം വന്നു. ആരുടെയും അഭിപ്രായം കേൾക്കാതെ തുടങ്ങി. മന്ത്രിമാരും കുടുംബവും എല്ലാവരും പതുക്കെ അവനിൽ നിന്നകന്നു. ഒരു ദിവസം രാജ്യം പ്രതിസന്ധിയിൽപ്പെട്ടപ്പോൾ അവന്റെ കൂടെ നിൽക്കാൻ ആരുമില്ലായിരുന്നു. അഹങ്കാരം അവന് കിരീടം കൊടുത്തു, പക്ഷെ അതിനെ കാക്കാൻ ആരെയും അവൻ കൈവശം വെച്ചില്ല. അതേസമയം ഒരു സാധാരണ ഗ്രാമവാസി, വലിയ സമ്പത്തൊന്നുമില്ല, പക്ഷെ സ്വാഭിമാനമുള്ളവൻ, എല്ലാവരെയും ബഹുമാനിക്കും. ആ ഗ്രാമത്തിൽ എന്ത് പ്രശ്നം വന്നാലും ആളുകൾ അവന്റെ അടുത്തേക്ക് പോകും. കാരണം ബഹുമാനം അധികാരം കൊണ്ട് നേടാൻ പറ്റില്ല, അത് ഹൃദയം കൊണ്ട് നേടേണ്ടതാണ്. അഹങ്കാരം ആദ്യം തകർക്കുന്നത് ബന്ധങ്ങളെയാണ്. ഞാൻ എന്നു മാത്രം പറയുന്നവന്റെ ചുറ്റും ആളുകൾ നിൽക്കില്ല. അവസാനം കൈയടിക്കാൻ പോലും ആരുമില്ലാത്ത അവസ്ഥ വരും. പക്ഷേ സ്വാഭിമാനത്തോടെ ജീവിക്കുന്നവന്റെ ചുറ്റും ആളുകൾ ഉണ്ടാകും. സ്വാഭിമാനം നിങ്ങളെ മറ്റുള്ളവരെക്കാൾ വലിയവനാക്കില്ല, പക്ഷെ നിങ്ങളെ തുല്യനാക്കും. ആരെങ്കിലും നീ മാറിപ്പോയി എന്ന് പറഞ്ഞാൽ വിഷമിക്കേണ്ട. ചിലപ്പോൾ അത് നിങ്ങൾ അഹങ്കാരത്തിൽ നിന്ന് മാറി സ്വാഭിമാനത്തിലേക്കെത്തിയതിന്റെ അടയാളമായിരിക്കും. അഹങ്കാരിക്ക് തോന്നും, എനിക്കാരെയും ആവശ്യമില്ല. പക്ഷെ യാഥാർത്ഥ്യമെന്താണ്? വൈകുന്നേരം അവൻ ഒറ്റയ്ക്കിരിക്കും, മൊബൈൽ നോക്കി സമയം ചിലവഴിക്കും. സത്യത്തിൽ എല്ലാവർക്കും എല്ലാവരും ആവശ്യമാണ്. ഒന്ന് സ്വയം ചോദിക്കുക, ഞാൻ മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന പോലെ ഞാൻ എന്നെ ബഹുമാനിക്കുന്നുണ്ടോ? ഞാൻ എന്നത് ആവശ്യമുണ്ട്, പക്ഷേ ഞാൻ മാത്രമെന്നത് അപകടമാണ്. സ്വാഭിമാനത്തിനും അഹങ്കാരത്തിനും ഇടയിലെ ചെറിയ വ്യത്യാസമാണ് നിങ്ങളുടെ ഉയർച്ചയെയും വീഴ്ചയെയും നിർണയിക്കുന്നത്. ആളുകളെ സ്വന്തമാക്കണമെങ്കിൽ ആദ്യം അവരെ ബഹുമാനിക്കുക. അടുത്ത തവണ അഹങ്കാരം തലയുയർത്തുമ്പോൾ കണ്ണാടിയിൽ നോക്കിയൊന്ന് ചിരിച്ചു പറയൂ, ശാന്തമാവൂ. നമ്മൾ മനുഷ്യരാണ്, ദൈവമല്ല. ഈ 5 ശീലങ്ങൾ ഒരു പുസ്തകത്തിലെ വാക്കുകൾ മാത്രമല്ല, ജീവിതത്തിൽ പ്രയോഗിക്കുമ്പോൾ നിങ്ങളെ തന്നെ മാറ്റിത്തീർക്കുന്ന ശക്തിയുള്ള തത്വങ്ങളാണ്. ഇവ നിങ്ങളുടെ ദിനചര്യയിൽ ഉൾപ്പെടുത്താൻ തുടങ്ങുമ്പോൾ ആരും നിങ്ങളെ നിസാരമായി കാണാൻ ധൈര്യപ്പെടില്ല. ഇപ്പോൾ തീരുമാനം നിങ്ങളുടെ കയ്യിലാണ്. ആൾക്കൂട്ടത്തിൽ അലിഞ്ഞു പോകണമോ അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിന് ദിശ കാണിക്കുന്ന ഒരാളായി മാറണമോ? ഓർക്കൂ, ഓരോ വലിയ മാറ്റവും ഒരു ചെറിയ ചുവടുവെപ്പിൽ നിന്നാണ് തുടങ്ങുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങളെ സ്പർശിച്ചെങ്കിൽ ഈ വീഡിയോ സേവ് ചെയ്യൂ, വീണ്ടും വീണ്ടും കേൾക്കൂ. നിങ്ങളുടെ വില തിരിച്ചറിയേണ്ട സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യൂ. ഇതുപോലുള്ള കൂടുതൽ ചിന്തിപ്പിക്കുന്ന ഉള്ളടക്കങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരിക്കലും മറക്കരുത്. നിങ്ങളുടെ വില നിങ്ങൾ തന്നെയാണ് നിശ്ചയിക്കേണ്ടത്, അല്ലെങ്കിൽ ലോകമത് നിങ്ങൾക്കായി നിശ്ചയിച്ചു തരും. നന്ദി.